നമസ്കാരം. മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടിയാണ് നവ്യ നായർ. സ്വാഭാവിക അഭിനയം കൊണ്ട് ശ്രദ്ധ നേടിയ നവ്യയ്ക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു. ഇഷ്ടമായിരുന്നു നടിയുടെ ആദ്യ സിനിമ. ചിത്രത്തിൽ നടൻ ദിലീപായിരുന്നു നായകൻ. നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷമാണ് നവ്യയെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. പ്രേക്ഷകർക്ക് ഇന്നും അതിലെ കഥാപാത്രമായ ബാലാമണിയാണ് നവ്യ. 2000ന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്നു നവ്യ. 2010ലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും. വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്ത് ഒട്ടുമിക്ക നടിമാരുടെയും രീതി. നവ്യയും ഇതേ പാത പിന്തുടർന്നു. കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നട്ടു. എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല. മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അഭിനയ മികവ് കൊണ്ടും നൃത്തചാരുത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയായി നവ്യയുടെ പുതിയ വാർത്തയാണ് ചർച്ചയാകുന്നത്. സോഷ്യൽ മീഡിയ വളരെ സജീവമായി താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചെത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഗുരുവായൂരപ്പന്റെ സ്വന്തം ആളാണ് നവ്യ നായർ എന്ന വിശ്വാസം നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷം മലയാളികളുടെ മനസ്സിൽ ഉറച്ചതാണ്. അത്രയധികം ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചാണ് താൻ ആ സിനിമ ചെയ്തതെന്ന് പല ആവർത്തി നവ്യ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിച്ച പല സന്ദർഭങ്ങളും തന്റെ ജീവിതത്തിൽ സംഭവിച്ചതായും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ വീണ്ടും അങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ മാർച്ച് 17 ഗുരുവായൂർ അമ്പലത്തിൽ നവ്യ നായരുടെ ഭരതനാട്യം കച്ചേരി ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് ആ ഭക്തിയിൽ മുഴുകി നവ്യ ചുവടുകൾ വെച്ചപ്പോൾ അത് കാഴ്ചക്കാർക്കും അനുഭവപ്പെട്ടു. ആ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യ രൂപം എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നവ്യയുടെ ചുവടുകൾ. അവസാനം കൃഷ്ണനെ വിളിക്കുമ്പോൾ വിതുമ്പിക്കരയുന്ന നവ്യയെയും കാണാം. നൃത്തം മുഴുമിപ്പിച്ച് നവ്യ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു അമ്മൂമ്മ വേദിയുടെ അടുത്തേക്ക് എത്തുകയും നവ്യ ആശ്വസിപ്പിക്കുകയും കയ്യിൽ ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നതായുള്ള വീഡിയോകളും വൈറലാകുന്നുണ്ട്. നൃത്തത്തിനൊടുവിൽ കൃഷ്ണസ്തുതി കേട്ട് വികാരതയായി കണ്ണീർ വാർക്കുന്ന നവ്യയെ വീഡിയോയിൽ കാണാം. സാഷ്ടാംഗം പ്രണമിച്ചു നിൽക്കുകയാണ് നവ്യ. കണ്ണീരാൽ ഇടറി നിൽക്കുന്ന നവ്യയെ ആശ്വസിപ്പിക്കാനായി വേദിക്കരികിലെത്തിയ ഒരു മുത്തശ്ശിയെയും വീഡിയോയിൽ കാണാം. സെക്യൂരിറ്റി ജീവനക്കാരൻ ആ മുത്തശ്ശിയെ വേദിക്കരികിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നവ്യ അടുത്തേക്ക് വിളിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് മുത്തശ്ശി. നവ്യ മുത്തശ്ശിക്ക് അരികിലെത്തുമ്പോൾ നവ്യയുടെ കൈകളിൽ പിടിച്ച് കരയുകയാണ് അവർ. കൃഷ്ണന്റെ മായാജാലം ദാ ഇങ്ങനെയും എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എത്രമാത്രം സ്പിരിച്വലായ അനുഭവമാണിതെന്നാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. ഒന്ന്, ഒരു കലാകാരിയും ആസ്വാദകനും ഈശ്വരനോളം ഒന്നാകുന്ന നിമിഷം. കണ്ണൻ തന്റെ സ്നേഹവും സന്തോഷവും ആ അമ്മയിലൂടെ ചേച്ചിക്ക് പകർന്നല്ലോ എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ. വല്ലാത്തൊരു ആത്മീയ അനുഭവം നൽകുന്ന നൃത്തമായിരുന്നു നവ്യയുടേതെന്ന് പ്രോഗ്രാം നേരിട്ട് കണ്ടവർ കമന്റ് ബോക്സിൽ പറയുന്നു. ആ അമ്മയ്ക്ക് ഉണ്ടായ അതേ അനുഭവം കാഴ്ചക്കാർക്കും ഉണ്ടായിരുന്നു. നവ്യയുടെ വിതുമ്പൽ കണ്ടു നിന്നവരെയും ഇമോഷണലാക്കി. അത്രയധികം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിച്ച പെൺകുട്ടിയാണ് നവ്യ എന്നും ആരാധകർ പറയുന്നു. നന്ദനം സിനിമയ്ക്ക് ശേഷം ഗുരുവായൂരപ്പനെ നേരിൽ കണ്ട അനുഭവം ഒരു അഭിമുഖത്തിൽ നവ്യ വ്യക്തമാക്കിയിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഒരിക്കൽ ഡാൻസ് ചെയ്യാനായി പോയിരിക്കുകയായിരുന്നു. അതിനോട് അനുബന്ധിച്ച് നടന്ന ചില കാര്യങ്ങളോട് ഇമോഷണലി താൻ തകർന്നിരിക്കുകയായിരുന്നു. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നു. എനിക്ക് മാത്രം എന്താണ് ഭഗവാനെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത്. അങ്ങനെ കളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മകനായി കൂടെ ഗുരുവായൂരപ്പനും നിന്ന് എനിക്കൊപ്പം ഡാൻസ് ചെയ്യുന്നതായി തോന്നി. കുറെ നേരം ഞാൻ സ്വയം മറന്ന് ഡാൻസ് ചെയ്തു. ഞാൻ പ്ലാൻ ചെയ്ത അടവുകളോ ചുവടുകളോ ഒന്നും ആയിരുന്നില്ല ഞാൻ അപ്പോൾ ചെയ്തിരുന്നത്. പൂർണ്ണമായും ഇംപ്രവൈസ് ആയിട്ടുള്ള പെർഫോമൻസ് അന്ന് അവിടെ സംഭവിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കയ്യടിയായിരുന്നു. ആളുകൾ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അന്ന് നടന്ന ആ പ്രശ്നം പിന്നീട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നവ്യ നായർ പറഞ്ഞത്. അതേസമയം 2010 വിവാഹിതയായ ശേഷം മുംബൈയിൽ ആയിരുന്നു നവ്യ. ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേളയെടുത്തു. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത്. വെള്ളിത്തിരയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം. ഒരിക്കലും മാനസികമായി പ്രിപ്പയർഡ് ആയിരുന്നില്ല വിവാഹത്തിന്. അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് ഞാൻ വിവാഹം കഴിച്ചതാണ്. പക്ഷെ നാളെ വിവാഹശേഷം അഭിനയിക്കരുതെന്ന് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അതനുസരിക്കാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡിയായത്. ഭർത്താവിനോട് പെണ്ണ് കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പെണ്ണ് കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാനോ ആണോ പ്ലാൻ എന്ന്. അങ്ങനെ പ്രത്യേകിച്ചൊരു തീരുമാനമില്ല എന്ന് വെച്ച് ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആകും. സിനിമയുടെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു. നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി എന്ന് ഞാൻ പറയില്ല. അത് വല്ലപ്പോഴും ഒന്ന് പോളിഷ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും സന്തോഷമായി ഇത് കേട്ടപ്പോൾ. എങ്കിലും വിവാഹത്തിനു ശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞാലും എനിക്ക് അതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല. എന്തിനും പ്രിപ്പയർഡ് ആയിട്ടാണ് വിവാഹം നടന്നതെന്നുമാണ് നവ്യ നായർ പറഞ്ഞിരുന്നത്. ഞാൻ ഡിവോഴ്സ്ഡ് ആയി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ. ചിലർ അതെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷേട്ടൻ കാണാറുണ്ട്. വിവാഹശേഷം ജീവിതം ആകെ മാറുകയായിരുന്നു. അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴേക്കും അമ്മയായി.
ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോഴും ഒരു തരം ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ലാത്ത പോലൊരവസ്ഥ, മുന്നിലേക്ക് എന്തെന്നുള്ള ചിന്ത, അതൊക്കെ ബാധിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. അതിനെ മറികടക്കാനായി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. സ്വാഭാവികമായി സംഭവിച്ചതാണ്. അതുപോലെ താൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ലത് വായിച്ച് സന്തോഷിക്കുകയോ ട്രോളുകൾ വായിച്ച് സങ്കടപ്പെടുകയോ ചെയ്യുന്ന ആളല്ല. ആ ഒരു ലോകവുമായി വിട്ടുനിൽക്കുന്ന ആളാണെന്നും നവ്യ പറയുന്നു. പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു. എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല. വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അക്കാലത്ത് യാഥാസ്ഥിതിക ചിന്താഗതിക്കാരിയായിരുന്നു തനിക്കും. വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. UPSC നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകൻ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞ് ഭർത്താവ് എതിർത്തു. ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത്. ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നവ്യ നായർ പറഞ്ഞിരുന്നു. അതേസമയം കാണികളുടെ മനം കവർന്ന നൃത്താവിഷ്കാരമാണ് നവ്യ സൂര്യ ഫെസ്റ്റിവലിലും കാഴ്ചവെച്ചിരുന്നത്. മിന്നിമാഞ്ഞ ഭാവവ്യത്യാസങ്ങൾ കോർത്തിണക്കിയ താരത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നടി എന്നതിനപ്പുറം നർത്തകി എന്ന് പറയുന്നതാവും നവ്യയ്ക്ക് യോജിച്ച വിശേഷണം എന്ന് ആരും പറഞ്ഞു പോകും. അടുത്തിടെ സൂര്യ ഫെസ്റ്റിവൽ താരം അവതരിപ്പിച്ച നൃത്തവും ഏവരുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കലാമേളയായിരുന്നു സൂര്യ ഫെസ്റ്റിവൽ. നിരവധി കലാകാരന്മാരാണ് ആ വേദിയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്. മിന്നൽ പോലെ മാറി മറയുന്ന ഭാവഭേദങ്ങൾ കാഴ്ചവെച്ചാണ് നവ്യ വേദിയിൽ നിറഞ്ഞാടിയിരുന്നത്. സൂര്യ കൃഷ്ണമൂർത്തിക്കും ഗുരുവായ പ്രിയദർശിനി ഗോവിന്ദനും നന്ദി അറിയിച്ചുകൊണ്ടാണ് നവ്യ തന്റെ നൃത്ത ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരുന്നത്. ധാരാളം ആരാധകരാണ് അഭിനന്ദനങ്ങളും ആശംസയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ചിത്രത്തിന് കമന്റ് ചെയ്തത്. നടന ചാരുതയിൽ കാണികളെ അമ്പരപ്പിച്ച് നവ്യ നായർ എത്തിയിരുന്നു. മാതങ്കി എന്ന പേരിൽ ഒരു നൃത്ത വിദ്യാലയം നവ്യയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. മാതങ്കി സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ഒരുക്കിയ മാതങ്കി ഫെസ്റ്റിവൽ 2024 ഒക്ടോബർ ആദ്യവാരം കൊച്ചി ഫൈൻ ആർട്സ് ഹാളിൽ വെച്ച് നടന്നിരുന്നു. സൂര്യകൃഷ്ണമൂർത്തിയുടെ സഹകരണത്തോടെയാണ് മാതങ്കി ഫെസ്റ്റിവലും നടത്തപ്പെട്ടിരുന്നത്. പുഴു എന്ന ചിത്രത്തിന് ശേഷം റത്തീന സംവിധാനം ചെയ്യുന്ന പാദയാത്രയാണ് നവ്യയുടെ വരാനിരിക്കുന്ന പുതിയ ചിത്രം. സബിൻ ഷാഹിറാണ് നായകൻ. ഒരു രാത്രിയിൽ 2 പോലീസുകാർ ഉൾപ്പെടുന്ന സംഭവവികാസങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പാദയാത്ര പുരോഗമിക്കുന്നത്. ബൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൽ നാസറാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഇലവീഴ പൂഞ്ചിറ എന്ന ചിത്രത്തിനു ശേഷം ഷാജി മാറാട് തിരക്കഥ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് പാതിരാത്രി. സണ്ണി വെയിൻ, ശബരീഷ് വർമ്മ, ആൻ അഗസ്റ്റിൻ തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കളായി എത്തുന്നത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.